അച്ഛാ ഇത് വെറുതെ കിടക്കണ ഓ പിന്നെ എനിക്ക് ആശയം അമ്മ ഇരിക്കപ്പുറത്ത് തരണല്ലോ അച്ഛൻ. നീ എന്തെങ്കിലും ഏടാ കൂടെ ഒപ്പിച്ചോണം. ഇല്ല അച്ഛൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വഴക്ക്. ചേട്ടാ എന്റെ കാര്യം പറഞ്ഞ് നിന്റെ അടുത്തന്നെ വഴക്കുണ്ടാക്കണത് എന്നല്ല വഴക്ക് പറയേണ്ടത്. പിന്നെ ഈ വാഴയില്ലേ, വാഴ. ഓ വാഴ അത് ഞാൻ കൃഷി ഓഫീസിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുക. അതിൽ നിന്ന് അങ്ങനെ കൈ വെച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. പറയണ മൊത്തം കേൾക്കണം. അത് ഈ വാഴ വലുതായി കഴിയുമ്പം അതിന്റെ ചോട്ടിലാണ് കന്നുകൾ ഉണ്ടാകുന്നത്, വാഴക്കന്ന്. അതെന്തുകൊണ്ടാണ്? നീയേ മൃഗപാലനമൊക്കെ വിട്ടിട്ട് ഇപ്പൊ വാഴ കൃഷി തുടങ്ങാൻ പോകുന്നല്ലേ? ഇല്ല ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ? വാഴക്കന്നുകൾ മുളയ്ക്കുന്നതിന്റെ വാഴയുടെ മൂട്ടിലല്ലേ, അല്ല ടെറസിന്റെ മുകളിലൊന്നും അല്ലല്ലോ മുളയ്ക്കുന്നത്. അതാണ്, അച്ഛനാണ് ഇവിടുത്തെ വാഴ. അടാ ഒരുപാട് തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ. അങ്ങനല്ല, അച്ഛനാകുന്ന വാഴയുടെ ചൂട്ടിൽ മുളയ്ക്കുന്ന സ്നേഹമുള്ള വാഴക്കന്നുകളാണ് ഞങ്ങള് മക്കള്. ഓ അങ്ങനെ നീ വളഞ്ഞു നോക്കിയാ പിടിക്കാൻ പറ്റുന്നതല്ലേ? ശരി, കാര്യം എന്താന്ന് പറ. വാഴയുടെ കാര്യം വിടണം, നമുക്ക് പശുവിന്റെ കാര്യം എടുക്കാം. ഒരു പശു. ഡേയ് നീ വാഴയുടെയും പശുവിന്റെ കാര്യം പറയാതെ നീ വന്ന കാര്യം എന്താന്ന് തെളിച്ചു പറ. സുമേഷിന്റെ കാര്യം പറയാനല്ലേ നീ വന്നത് അല്ലേ? എന്തിനാ അവന്റെ അടുത്ത് ചുമ്മാ ഇങ്ങനെ വഴക്കടിച്ച് കിടക്കണം? അവൻ ചുമ്മാ കരഞ്ഞുകൊണ്ട് കിടക്കണം അവിടെ. ഈടാ അതൊക്കെ വെറും തട്ടിപ്പാടാ. മുതലക്കണ്ണീര് എന്ന് പറയാം, മുതലക്കണ്ണീര് അറിഞ്ഞൂടെ? അതാണ്. ചുമ്മാ അച്ഛൻ മുതലുകളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയല്ലേ. ഉള്ളിലുള്ള സങ്കടം പുറത്തൊന്നും ആരുടെ പറയാതെ അവരുടെ അതിന്റെ പ്രതിഫലനമാണ് ആ കണ്ണീരായിട്ട് പറഞ്ഞത്. എല്ലാവരും മുതലുകളെ അങ്ങ് കുറ്റം പറഞ്ഞോളും. അച്ഛൻ അവരിൽ ഒരാളാവല്ലേ അങ്ങനെ. നീ മുതലെ പറ്റി ക്ലാസ് എടുക്കാനാണ് എൻ്റെ അടുത്ത് വന്നത്? ഇത് പറയണോ അങ്ങോട്ട്? ഡേയ് ആ സുമേഷ് ചെറുക്കൻ കാണിച്ച വൃത്തിയുടെ എന്താന്ന് നിനക്കറിയാമോ? എന്താണ്? അതായത് ഇവ എന്നെ പറ്റി ഇല്ലാത്ത കാര്യങ്ങള് ചങ്കുണ്ടിച്ച് എൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തേക്കിന്. ഓ സത്യയുടെ മക്കളെ. അച്ഛൻ പിശുക്കൻ എന്ന് പറഞ്ഞ അല്ലെ? ഇത് വീട് കുടുംബമൊക്കെ നോക്കാതിരിക്കുന്ന ഒരാള് അങ്ങനെ പറഞ്ഞ എന്താണ് പറഞ്ഞത്? ഇതിൽ ഏതാണ് പറഞ്ഞത്? നീയൊക്കെ എന്നെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് അല്ലേ? അങ്ങനെയല്ല അച്ഛാ, ഇതല്ലാതെ പിന്നെ അച്ഛനെ പറ്റി വേറെ എന്തോന്ന് പറയാൻ. ഇവൻ ചങ്കുണ്ടിച്ചേൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു കോമൽ കുൽക്കർണി ഇവിടെ എന്നെ വിളിക്കാറുണ്ടെന്നും ഞാനും അവളും തമ്മിൽ ഭയങ്കര സൗഹൃദത്തിലാണ്, അവള് മഹാ കുഴപ്പക്കാരിയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്നു. ഇല്ലാത്ത കാര്യങ്ങൾ ചങ്കുണ്ടിച്ചേൻ്റെ അടുത്ത് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ട് അവന്? അവനാണ് പറഞ്ഞെന്ന് ചങ്കുണ്ണി വല്ലച്ചൻ പറഞ്ഞ അച്ഛൻ്റെ അടുത്ത്. അതല്ലേ രസം. ചങ്കുണ്ണി ചേട്ടൻ എന്റെ വഴക്ക് പറയുന്ന കൂട്ടത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്റെ മോൻ പറഞ്ഞടാ കാര്യങ്ങളൊക്കെ എന്ന് ചേട്ടന്റെ വായിന്ന് അറിയാതെ അങ്ങ് വീടുപോയി. ദയവായിട്ടാണ് അതങ്ങനെ സംഭവിപ്പിച്ചത്. അതല്ലേ ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത്. ഒരുപാട് വഴക്ക് പറഞ്ഞ അച്ഛനെ ചങ്കുണ്ണി വല്ലച്ചൻ. കണ്ടുപൊട്ടുന്ന ചീത്ത വിളിച്ച് അമ്മ കേട്ടോണ്ടിരിക്കുന്നു. ഞാനിന്റെ അമ്മയുടെ പോത്ത് എങ്ങനെ നോക്കുമെന്തോ. നീ എവിടെ പോണോ? പിന്നെ നമ്മുടെ സുഭാഷ് അണ്ണയില്ലേ, സുഭാഷ് അണ്ണൻ ചങ്കുണ്ണി വല്ലച്ചന്റെ വീടിന്റെ 4ാമത്തെ വീട്ടിൽ താമസിക്കണേ. അവിടെ നിന്ന് വളവില്ലേ സുഭാഷന്റെ കാര്യം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സുഭാഷിന്റെ അനിയുണ്ടല്ലോ ബാംഗ്ലൂരുള്ള, അവനൊരു നോർത്ത് ഇന്ത്യൻ പെണ്ണിനുമായിട്ട് ഒരു അടുപ്പം. ആ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാനാണ് പറഞ്ഞ കോമൽ കുൽക്കർണിയുടെ കാര്യം. വൃത്തികെട്ടവനെ, നീയാണ് ഈ ഏഷ്യടി മുഴുവൻ ഉണ്ടാക്കി വെച്ചതല്ലേ? അല്ല അങ്ങനെയല്ല, എന്നിട്ട് ഒരു ഉളുപ്പില്ല അതിന്റെ അടുത്ത് വന്നിരിക്കാൻ തോന്നില്ലടാ അങ്ങനെ. എടാ ഇതെങ്ങനെ എന്നാലും സ്വന്തം അച്ഛനെ പറ്റി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, മോശമായി പോടാ. അങ്ങനെയല്ല പറഞ്ഞത്. നോർത്ത് ഇന്ത്യക്കാരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അറിയാതെ നമുക്കറിയാന്നുള്ള എനിക്കറിയാന്നുള്ള ഒരാളാണല്ലോ കോമൽ. ഭയങ്കര കടുപ്പം തന്നെ. വെറുതെ ആ സുമേഷിനെ പറ്റി തെറ്റിദ്ധരിച്ചു. ക്ഷമിക്കണം അച്ഛൻ, ക്ഷമിക്കണം. എന്താ ക്ഷമിക്കാൻ? എനിക്ക് എന്റെ ക്ഷമയൊന്നും വേണ്ട. പാവം എടാ സുമേഷേ മക്കളെ. എന്നാലും സ്വന്തം അച്ഛനെ പറ്റി ഇങ്ങനെ ഒന്നും പറഞ്ഞു നടക്കാൻ പാടില്ല. ഭയങ്കര മോശമായി, ഭയങ്കര മോശമായി. അങ്ങനെ പറഞ്ഞില്ല മക്കളെ. സുമേഷേ അച്ഛൻ കറങ്ങാൻ പോയതൊന്നും ഞാൻ പറഞ്ഞില്ല അച്ഛാ. മക്കളെ സുമേഷേ ഈ അച്ഛന്റെ ചക്കരടാ ഉമ്മ. എന്നാലും അച്ഛനെ തെറ്റിദ്ധാരണ അറിയില്ലോ. എയർപോർട്ടിലായിരുന്നു ഭയങ്കരമായിട്ട്. പോട്ടടാ, അതൊക്കെ നീ വിട്ടുകളാ. അതൊക്കെ അന്നേരത്തെ ഒരു ഇതിൽ സംഭവിച്ചു പോയതാ. നിന്റെ അടുത്തൊന്നും പറഞ്ഞപ്പോഴാ എനിക്കൊരു സമാധാനമായത്. എന്തോ ഒരു വീർപ്പിള്ളായിരുന്നു ദൈവമേ. പോട്ട സാരമില്ലടാ ചക്കരെ, മനസ്സിലായി ആശ്വാസം. മക്കളെ കിടന്നോടാ. ചേട്ടാ വരുന്നോ? സോറി ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്റെ അടുത്ത് വർത്താനം പറയാൻ താല്പര്യമില്ലെന്ന്. പോ
മക്കളെ കിടന്നോടാ മക്കളെ. ഒരു നാലൊരു പാട്ട് പാടക്ക. ഒരു നാലൊരു പാട്ട് പാടും. ഏതൊരു പാട്ട് പണ്ട് പണ്ട് പാടുന്ന മക്കൾ ഉറങ്ങിക്കോ. പാട്ടാ. എന്തുവാടാ കൊച്ചിനെ ഉറക്കാൻ സമ്മതിക്കൂല നീ? അളിയ മാമനിപ്പോ മറ്റേ ചെറുക്കനെയാണ് ഇപ്പൊ സ്നേഹം അല്ലേ അളിയ? എന്നാലും അളിയനെ ഈ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞത് ഒരു കഷ്ടമായിപ്പോയി. അളിയാ ചെറുക്കാൻ പറഞ്ഞ ഒരു കാര്യം അളിയ, ചെറുക്കാൻ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഈ തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ ഒരു വിങ്ങലാണ്. അടേ എഴിച്ച് പോടേ, കുറെ നേരമായി നീ വന്നിരുന്നിട്ട് അത് തിരിച്ചിട്ടാത്ത സ്നേഹം വിങ്ങല്. അളിയ അപ്പച്ചിയെ പോലെ ഉടനെ വേദനിപ്പിച്ചു വിട്ടല്ലേ അളിയ? കൊള്ളാം. ഇത് എന്തോന്നാണ് ഇതിന്റെ പ്രശ്നം? എന്താണ് തിരിച്ചത് സ്നേഹം അളിയ? തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന്റെ കാര്യം പറയരുത്. നീ പോകണ്ട എനിക്ക് അളിയ എനിക്ക് പോകല്ലേ അളിയ? അളിയ കൂടെ ഉള്ളപ്പോഴാണ് എനിക്കൊരു സമാധാനം. അളിയും കൂടെ പോയാൽ പിന്നെ നിന്റെ കൂടെ ഇരിക്കലാണ് എന്റെ സമാധാനക്കേട്. കുറെ നേരമായി ഞാൻ അമ്മണ്ട അവിടെ ഇരിക്കാൻ സമ്മതിക്കൂല. ഞാൻ പറഞ്ഞ തെറ്റി അളിയ പോയി. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയ അളിയ അങ്ങനെ പോയാലേ ഞാൻ നേരെ നീ വിടണ അങ്ങോട്ട്. അല്ല ഞാൻ നേരെ പറഞ്ഞ് മനസ്സിലാക്കി. നേരെ പറഞ്ഞ് മനസ്സിലാകണ്ട അങ്ങനെയല്ല അളിയ. അത് ഞാൻ പറഞ്ഞു